തീരുമാനിക്കുക. ഒന്നരക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് 1:30 സാറിന് ക്ലാസ്സാണ്. അരമണിക്കൂർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനല്ലേ ഉള്ളൂ. അപ്പൊ മുമ്പിലേക്ക് കിട്ടിയെടുക്കാലോ, കുഴപ്പമില്ലല്ലോ. സാറിന് ക്ലാസ് ഉണ്ടാ? 1:30ക്കും 2:30ക്കും ക്ലാസ് ഉണ്ടാ? 1:30ക്ക് മാത്രമേ ഉള്ളൂ. 1:30 to 2. 1:30 to 2 സാറിന്റെ ക്ലാസ്സാണ് HA ലെവലില്. അതിന്റെ കൂടെ പോകാൻ 2:30ക്ക് കയറാൻ പറ്റുമോ സാറിന്? 1:30ക്ക് അവളുടെ കയറ്റിക്കോട്ടെ. Good morning, sir. Yes, Rashida, good morning. Good morning, sir. Good morning, sir. Good morning, Meghna. Good morning, Jerusha. Good morning, sir. Good morning, Adia. Good morning, Jerusha. Good morning, sir. Yes, good morning. Yes, good morning to all. Arana prayer. Good morning, sir. Good morning, Yes, sir. Adila, good morning. Good morning, Gina. Prayer Arana. Agila, very good. പ്രാർത്ഥിക്കട്ടെ സാർ. Okay. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരു സേവിപ്പാശക്തി നൽകണം. സത്യധർമാദി സദ്ഗുണങ്ങള ജീവിതം ധന്യമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാശങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. Gina കൊള്ളാം. നല്ല ഡെപ്ത് ഉള്ള സൗണ്ട് ആണ്. വെരി ഗുഡ്. യെസ്, അടുത്തത് സൈനിങ് ഓൺ. സൈൻ ഓൺ. ഇല്ല. തോട്ട് ഓഫ് ദി ഡേ. അതുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആരംഭിക്കുന്നത്. യെസ്, ഞാനേ ഒരു പേര് എടുത്ത് കേട്ടോ, ഒരു മിനിറ്റ്. Yes, let us start.
Sir, thought of the day. യെസ്, പറഞ്ഞോളൂ റീജ. Good morning, friends. Let me think about this. Education is the ability to listen almost anything without losing your self-confidence. Robert Frost. Let me repeat once again. Education is the ability to listen to almost anything without losing your self-confidence. Thank you. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, സ്റ്റാർട്ട് ചെയ്യട്ടെ? ലെറ്റ് സ്റ്റാർട്ട്. Yes, sir. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നൗണിനെ കുറിച്ചും നൗൺ ഫ്രേസിനെ കുറിച്ചെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ അടുത്ത ഒരു യൂണിറ്റിലോട്ട് പോവുകയാണ്. യൂണിറ്റ് നമ്പർ 9 ആണ്. അത് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുന്ന സംഗതിയാണ്. കണ്ടീഷണൽ സെന്റൻസ്. ഓക്കെ, അപ്പോ ആ കണ്ടീഷണൽ സെന്റൻസിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് കിടക്കാൻ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടക്ക് നമുക്ക് കൺഫ്യൂഷൻ വരാം. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് കിടക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിന്റെ കണ്ടീഷണൽ സെന്റൻസ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ പറയുകയാണ്. അതായത് നമുക്കറിയാം, ഇംഗ്ലീഷിൽ 12 ടെൻസിന്റെ ഫോമുണ്ട്. അത് നമുക്ക് പിന്നീട് ഞാൻ പറയും പ്രാവശ്യം. അപ്പൊ ഇതിൻ്റെ അകത്ത് അത് ചെറുതായിട്ടൊന്ന് വന്നു പോകുന്നത് കൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. 12 ടെൻസിന്റെ ഫോമുണ്ട്. ഈ 12 ടെൻസുകളിലെ ഇംഗ്ലീഷിൽ ഒരു വാചകം എഴുതാൻ പറ്റും. അപ്പൊ എവിടെ നമ്മൾ ഏതൊരു വാചകം കണ്ടു കഴിഞ്ഞാലും അത് ഈ 12 ടെൻസുകളിൽ ഏതെങ്കിലും ഒരു ടെൻസ് ആയിരിക്കും. അപ്പൊ ഏതൊക്കെയാണ് ആ ടെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് സിമ്പിൾ പ്രസന്റ് ആണ്, അടുത്തത് സിമ്പിൾ പാസ്റ്റ് ആണ്, അടുത്തത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്, അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അടുത്തത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, അടുത്തത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്, അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, പിന്നത്തേത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്, അതിനുശേഷമുള്ളത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്, അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്, പിന്നത്തേത് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോ ഒരു ഈ 12 ടെൻസുകൾ ഏതെങ്കിലും ഒരു ടെൻസിലായിരിക്കും സെന്റൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എവിടെ നമ്മൾ എന്ത് ലെറ്റർ വായിച്ചാലും ഈ 12 ടെൻസുകളിൽ ഏതെങ്കിലും ഒരു ടെൻസ്. അപ്പൊ ഞാനിവിടെ എടുക്കുക എന്ന് പറയുന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട് ഈ 12 ടെൻസുകളിലെയും അർത്ഥം വെറുതെ ഒന്ന് പറയുന്നു. സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് ആവുമ്പോൾ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചർ ആവുമ്പോൾ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് ആവുമ്പോൾ എടുക്കുകയായിരുന്നു, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ എടുക്കുകയായിരിക്കും, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എടുത്തു കഴിഞ്ഞു, പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാകും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എടുത്തുകൊണ്ടേയിരിക്കുകയാകുന്നു, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എടുത്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇതാണ് ആ 12 ടെൻസിൽ വരുന്ന വാക്കുകളുടെ അർത്ഥം വരുന്നത്. ഓരോ ടെൻസിലും അതേ അർത്ഥം. അപ്പൊ ആ എടുക്കുക എന്നുള്ള വാക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ചേർത്താൽ മതി. അപ്പൊ അതേ അർത്ഥം വരും. ഈ 12 ടെൻസിന് ഇംഗ്ലീഷിൽ വാചകം എഴുതാൻ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഒരു സെന്റൻസ് കാണുമ്പോൾ ഇത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് അറിയാം. ഓ, ഈ സെന്റൻസിൽ അർത്ഥം നമുക്ക് പിടികിട്ടിയില്ല. പോട്ടെ, നമുക്ക് അറ്റ്ലീസ്റ്റ് ഇത് ഇന്ന ടെൻസാണ്, ഇത് ഇന്ന ടെൻസാണ് എന്ന് നമുക്കൊന്ന് അറിയാം. അപ്പൊ അത് നമുക്കറിയണമെങ്കിൽ നമ്മൾ അതിന്റെ ഒരു സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കും. അപ്പൊ ഞാനിവിടെ 2-3 ടെൻസുകളുടെ സ്ട്രക്ചർ പറയാം. ഇത് ഞാൻ ഒന്നും കൂടി പറയും, അത് പിന്നീട് വിപുലമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പറയും. ഇപ്പൊ നമുക്ക് ഈ സംഗതി മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള 1-2 കാര്യങ്ങളാണ് പറയുന്നത്. അതില് ഒരു ടെൻസിന്റെ പേരാണ് സിമ്പിൾ പ്രസന്റ്. അപ്പോ നിങ്ങളൊരു ഹെഡിങ് എഴുത്, സിമ്പിൾ പ്രസന്റ്, SIMPLE, സിമ്പിൾ പ്രസന്റ്, PRESENT, സിമ്പിൾ പ്രസന്റ്. ഓക്കെ, ഒരു വാചകം കണ്ടു കഴിഞ്ഞാൽ ആ വാചകം സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് എങ്ങനെ മനസ്സിലാകും? ഇതാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ എല്ലാ വാചകത്തിനും നമുക്കറിയാം ഒരു സബ്ജക്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബ് ഉണ്ടാവും, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ നോക്കണ്ട, കാരണം നമുക്ക് ടെൻസ് അറിയാൻ വേണ്ടിയിട്ട് ഇത് 2 നോക്കിയാൽ മതി. സബ്ജക്റ്റും വെർബും മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻസ് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാം, സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബിന്റെ
പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. നമുക്കറിയാം ഒരു വെർബിന് 3 ടെൻസ് ആണ് ഇംഗ്ലീഷിൽ പറയുന്നത്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഗോ പ്രസന്റ് ടെൻസ്, വെന്റ്, ഗോൺ. ടേക്ക്, ടുക്ക്, ടേക്കൻ. ലുക്ക്, ലുക്ഡ്, ലുക്ഡ്. റീഡ്, റെഡ്, റെഡ്. അല്ല, പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിനെ തന്നെ വേറൊരു പേര് കൂടി പറയും, V1, V2, V3. സെയിം തന്നെയാണ്. ഓക്കെ. അപ്പൊ ആ V1ന്റെ അടിയിൽ വരുന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആണ്. നമുക്ക് എക്സാമ്പിൾ പറയാം. ഐ ഒരു സബ്ജക്റ്റ് അല്ലേ. ഡ്രിങ്ക് പ്രസന്റേഷൻ ആണ്. ഐ ഡ്രിങ്ക് ടീ. ഞാൻ ചായ കുടിക്കാം. ഈ വെർബ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ ഉപയോഗിച്ചു, അത് കുഴപ്പമില്ല. പക്ഷെ അത് ടെൻസ് അറിയാൻ വേണ്ടി അതൊന്നും വേണ്ട. ഐ ഡ്രിങ്ക് ടീ, ഞാൻ ചായ കുടിക്കാറുണ്ട്. വേണമെങ്കിൽ പറയാം ഐ ടീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ, ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിപ്പിക്കാറുണ്ട്. നിങ്ങൾക്ക് പറയാം വി അറ്റൻഡ് ഇംഗ്ലീഷ് മാസ്റ്റേഴ്സ് ക്ലാസ്, ഞങ്ങൾ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. കേട്ടോ, അങ്ങനെ നമുക്ക് പറയാം. യെസ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാവും? സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിൽ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പൊ നിങ്ങൾ ആ സിമ്പിൾ പ്രസന്റിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് എസ്. എസ് പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് വി. എസ് പ്ലസ് വി. ആ വി എന്ന് എഴുതിയിട്ട് വിയുടെ ബ്രാക്കറ്റിൽ പ്രസന്റ് ടെൻസ് എന്ന് എഴുതി. പ്രസന്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ജസ്ന, 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 ജോഷ്നി, ജോണി, ലക്ഷ്മി, ജെറൂഷ, വർഗീസ്, ജെറൂഷ. Yes, sir. Yes, sir. ഞാൻ വിചാരിച്ചു ഞാൻ പറയുന്ന ആരും കേൾക്കുന്നില്ല. യെസ്. അപ്പൊ ജെറൂഷ, ജെറൂഷ ഒരു എക്സാമ്പിൾ പറഞ്ഞ, സിമ്പിൾ പ്രസന്റിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞ. സബ്ജക്റ്റ് കഴിഞ്ഞാൽ വെർബിലെ പ്രസന്റൻസ് ആവണമെന്ന് നിർബന്ധമുള്ളൂ. സ്വന്തമായിട്ട് ഓരോരുത്തരും മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നോക്കാം. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വെർബിന്റെ പ്രസന്റൻസ് അല്ലെങ്കിൽ V1 ഉപയോഗിക്കണം. പിന്നെ നിങ്ങൾ എന്ത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ല, ഐ ഡ്രിങ്ക് ടീ, ഐ ടീച്ച് ഇംഗ്ലീഷ് ഗ്രാമർ, വി സ്റ്റഡി ഇംഗ്ലീഷ്. യെസ്. ജെറൂഷിനെ കാണാനില്ലല്ലോ. Sir, പറയുമ്പോ തെറ്റായിരിക്കും. അതിനെ കുറിച്ച് ചിന്തിക്കണ്ട. ഇത്ര നാളായി നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുത്തിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞത് തെറ്റിപ്പോയിട്ട് നിങ്ങളെ ഞാൻ വഴക്ക് പറയുകയോ? അതെ, ഐ ഡ്രോ പിക്ചർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ഡ്രോ എ പിക്ചർ. കറക്റ്റ് ആണ് ഭീഷ്മ. പറഞ്ഞോളൂ ജെറൂഷ. Sir, I learn English. ഐ നോ ഇംഗ്ലീഷ്. കറക്റ്റ്. യെസ്, കറക്റ്റ് ആണ്. ഐ നോ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ദേ നോ ഇംഗ്ലീഷ്. കറക്റ്റ് ആണ്. സബ്ജക്റ്റ് പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഐ റൈറ്റ് ലെറ്റർ. ഓക്കെ ഐശ്വര്യ, കറക്റ്റ് ആണ്. യെസ്. I drink coffee every morning. I drink coffee every morning. Correct. Very good, very good, very good. I go to school. She speaks English. I go to school. She speaks English. Fatima, correct ആണ്. Renda, correct ആണ്. Asmi, correct ആണ്. Okay, okay, correct ആണ്. അപ്പൊ പിടികിട്ടിയില്ല. Okay. അപ്പൊ അത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, നമുക്ക് മനസ്സിലായി. രണ്ടാമത്തെ ഓക്കെ 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 ജെറൂഷ, കറക്റ്റ് ആണ്. രണ്ടാമത്തേക്ക് സിമ്പിൾ പാസ്റ്റ്. അടുത്ത ഹെഡിങ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള വാചകം ഒരു സെന്റൻസ് എഴുതിയിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടത് സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 കേട്ടോ. പ്രസന്റ് ടെൻസ് ഉപയോഗിക്കരുത്. പ്രസന്റ് ടെൻസ് കഴിഞ്ഞതിന് ശേഷമുള്ള പാസ്റ്റ് ടെൻസ്. ആ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ് അത് സിമ്പിൾ പാസ്റ്റ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ പറയാം ഐ വെന്റ് ടു ഡൽഹി. ഗോ പ്രസന്റ് ടെൻസ് ആണ്. എന്റെ പാസ്റ്റ് ടെൻസ് അല്ലേ വെന്റ്. ഐ വെന്റ് ടു ഡൽഹി, ഞാൻ ഡൽഹിക്ക് പോയി. ഐ ഡ്രാങ്ക്, ഡ്രിങ്ക് എന്നുള്ള എന്റെ പാസ്റ്റ് ടെൻസ്. ഐ ഡ്രാങ്ക്
എ കപ്പ് ഓഫ് ടീ ഇൻ ദ മോർണിംഗ്. രാവിലെ ഞാൻ ഒരു കപ്പ് ചായ കുടിച്ചു. യെസ്, ഐ സ്കോൾഡഡ് മൈ സൺ. രാവിലെ എൻ്റെ മകനെ ഞാൻ കുറച്ച് ചീത്ത പറഞ്ഞു. ആശ്വാസമായി. അടുത്തത്, വി റോട്ട് ലെറ്റർ ടു മോം. അമ്മയ്ക്ക് ഞാനൊരു കത്ത് എഴുതി. റൈറ്റിന്റെ പാസ്റ്റ് റോട്ട്. ഓക്കെ, അപ്പൊ സബ്ജക്റ്റ് എഴുതുന്നു. സബ്ജക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതുന്നു. ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു? സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾ സിമ്പിൾ പാസ്റ്റ് എന്ന് ഹെഡിങ് എഴുതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് വി. ഓക്കെ ഗ്രീഷ്മ, കറക്റ്റ്. എസ് പ്ലസ് വി ബ്രാക്കറ്റില് പാസ്റ്റ് ടെൻസ്, വിയുടെ ബ്രാക്കറ്റില് പാസ്റ്റ് ടെൻസ് എന്ന് എഴുതുക. എസ് പ്ലസ് വി പാസ്റ്റ് ടെൻസ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്കത് കഴിഞ്ഞു. ഇനി രേഷ്മ. ഓക്കെ, സിമ്പിൾ പാസ്റ്റിന്റെ ഒന്ന് രണ്ട് എക്സാമ്പിൾ പറഞ്ഞേ. സബ്ജക്ട് കഴിഞ്ഞതിന് ശേഷം പറയുന്ന പാസ്റ്റ് ടെൻസ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. യെസ്, ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ടോ? I took a cup of tea. I drank it. I drank. Okay, Fatima ശരിയാണ്. They went to museum. മേഘന കറക്റ്റ് ആണ്. She ate breakfast. Correct. Okay, okay. രേഷ്മ പറഞ്ഞ കറക്റ്റ് ആയില്ല. ഒന്നും പറഞ്ഞ് കേട്ടില്ല. കറക്റ്റ് ആയില്ലെന്നല്ല, ഞാൻ കേട്ടില്ല. കറക്റ്റ്. I wrote a letter. ജെറുഷ കറക്റ്റ് ആണ്. പറഞ്ഞോ. I took a cup of tea. കറക്റ്റ്, കറക്റ്റ്. I took a cup of tea. ഞാനൊരു കപ്പ് ചായ എടുത്തു. ഓക്കെ, ഓക്കെ. I watched the movie. കറക്റ്റ്. വേറെ ഒന്നും പറഞ്ഞു രേഷ്മ? I missed my I college. cut vegetables. Okay, I cut vegetables. Okay, Ashmi correct. I washed my clothes. Rashida, ഇതിനകത്ത് ചെറിയ പ്രശ്നമുണ്ട്. വേറെ ടെൻസ് ആയി പോയി. Okay, Akila correct ആണ്. I ate biryani. I rolled out a chapati. Oh, Sahana, very good. Okay, Fasila. Okay, okay. I drove the car. Okay, very good, very good, very good. Okay, correct ആണ്. അപ്പൊ ഇത് മനസ്സിലായി. അപ്പൊ സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അടുത്തത് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. ഓക്കെ, ആര്യ കറക്റ്റ് ആണ്. I went to a store. Simple future. SIMPLE പറയും. Simple future. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് മൂന്നാമത്തെ ഒരു ടെൻസ് ആണ്, സിമ്പിൾ ഫ്യൂച്ചർ. അത് എഴുതിക്കോ. എസ് പ്ലസ് സബ്ജക്റ്റ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആണ് എസ് പ്ലസ്, എന്നിട്ട് വിൽ ഓർ ഷാൽ. വിൽ എന്ന് വരച്ചിട്ട് ഒരു സ്ലാഷ് വരക്കുക. ഷാൽ, വിൽ ഓർ ഷാൽ. എസ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് വി. വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം വി. ഓക്കെ, എന്നിട്ട് ആ വിയുടെ ബ്രാക്കറ്റിൽ പ്രസന്റ് ടെൻസ് എഴുതാം. പ്രസന്റ് ടെൻസ്. Future tense ആണോ? ഫ്യൂച്ചർ ടെൻസ് എന്ന് പേര്, പക്ഷെ ഇവിടെ നമ്മൾ പ്രസന്റ് ടെൻസ് എഴുതണം. വിയുടെ ബ്രാക്കറ്റിൽ. Okay, sir. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ള പേരാണ്, ആ ടെൻസ് ആണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഒരു വാചകം സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് അതിന്റെ സബ്ജക്റ്റ് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാൽ ഉപയോഗിച്ചിട്ടുണ്ടാന്ന് നോക്കണം. വില്ല്, ഷാല്, ക്യാൻ, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കട്ടെ. ഞാനിപ്പോ ഷോർട്ട് ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ വില്ലോ ഷാൽ. വില്ല് അല്ലെങ്കിൽ ഷാൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നോക്കണം. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉണ്ടോ നോക്കണം. ഓക്കെ ഗ്രീഷ്മ കറക്റ്റ്. വെർബിന്റെ പ്രസന്റ് ടെൻസ്, അതായത് V1 ഒന്നാമത്തെ ഫോം, അതും ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ ഷാൽ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ടുമോറോ, അല്ലെങ്കിൽ ഐ വിൽ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ടുമോറോ. അല്ല, ടുമാറോ കുടിക്കും എന്നാണ് പറയുന്നത്. കുടിക്കും എന്നല്ല, കുടിക്കും. അപ്പൊ ഇന്നലെ കുടിക്കും എന്ന് പറയാൻ പറ്റില്ല, നാളെ എന്ന് പറയുന്നത്. യെസ്, അല്ലെങ്കിൽ ഐ വിൽ റൈറ്റ് എ ലെറ്റർ ടു മൈ മദർ. I will call you later. I will meet him later. I will like ice cream. I will write a poem. I will kill you. Oh, okay, Grishma. Yes. Apo, namukadu parayam. She will work hard to score better mark. Okay, Vinita, correct. Yes. So namukku manasilayilla. Okay. I will make a cup of tea. Okay. Yes. Ini Rija Pankaj. Rija. Sir. സിമ്പിൾ ഫ്യൂച്ചർ വരുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു.
മ്യൂസിക് ഒക്കെ ഇട്ടിട്ടാണല്ലോ പറയണത്. ആളൊക്കെ പിടിച്ചിട്ട്. ഓക്കെ, ഒന്നോട്ടെ. I will see a film. I will see a Movie. movie. Okay. I will see a movie tomorrow. I will see a movie next week. I will see a movie next month. നമുക്ക് പറയാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സമയത്തിന് സൂചിപ്പിക്കുന്ന ഒരു വാക്കുകൂടി ചേർത്തത് മാത്രം. ഓക്കെ, അപ്പൊ പിടികിട്ടിയാലോ? യെസ്. Okay. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഇനി ഞാൻ അങ്ങനെ കുറച്ചുകൂടി വിട്ടിട്ട് അടുത്തൊരെണ്ണം പറയാണ്. എനിക്ക് പാസ്റ്റ് പെർഫെക്റ്റ്. PAST, പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ്. ആ പാസ്റ്റ് പെർഫെക്റ്റിന്റെ അടിയിൽ എഴുതുക സബ്ജക്ട് എസ് പ്ലസ് ഹാഡ് പ്ലസ് എസ് പ്ലസ് ഹാഡ് പിന്നെ വെർബ് പ്ലസ് വി. ആ വിയുടെ ബ്രാക്കറ്റിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഒരു വാചകം, അത് സിമ്പിൾ. ഒന്നുകൂടെ പറയാമോ സർ? ഓക്കെ, ഐ വിൽ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. വെർബിന്റെ ബ്രാക്കറ്റിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സബ്ജക്റ്റ് സർ ഹെഡിങ് അത് പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ നമ്മൾ പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്. ഇതിന്റെ ഇടയ്ക്കൂടെ ഞാൻ കുറച്ചൊക്കെ വിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഈ കണ്ടീഷൻ സെന്റൻസിലോട്ട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഉണ്ടാവും, ഹാഡ് ഉണ്ടാവും, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ മൂന്നാമത്തെ പോ. അപ്പൊ ഗോ ഉപയോഗിക്കരുത്, വെന്റ് ഉപയോഗിക്കരുത്, മറിച്ചത് ഉപയോഗിക്കുന്നത് ഗോൺ എന്ന് പറയും. ടേക്ക് ഉപയോഗിക്കരുത്, ടുക്ക് ഉപയോഗിക്കരുത്, ടേക്കൺ എന്ന് ഉപയോഗിക്കും. യെസ്, അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ ഇതിന് ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാം. ഐ ഹാഡ് ഗോൺ ടു ഡൽഹി. I had gone to Delhi. Go പറയരുത്, വെന്റ് പറയരുത്, gone. I had gone. Plus verb. Subject plus verb. Subject plus had. had. Had കഴിഞ്ഞതിന് ശേഷം verb, verbന്റെ first parts. Okay. അപ്പോ സബ്ജക്റ്റ് ഉപയോഗിക്കുക, ഹാഡ് ഉപയോഗിക്കുക, വെർബിന്റെ പാസ്റ്റ് പാർട്സ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എഴുതാം I had written a letter. I had watched a movie. I had cleaned my room. She had prepared the breakfast. Okay. I had taken the cloth. Okay, Grishma? Okay. Very good. Appo subject plus had plus verb, a verb in past participle. Okay. Vinida. Yes, പറഞ്ഞോളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞോളൂ വിനീത. I had done everything to impress you. I had done everything impressive. Very good. That's a sentence. I am also very good. Yes. Okay. Very good. That's a sentence. അപ്പൊ നമുക്ക് മനസ്സിലായല്ല പാസ്റ്റ് പെർഫെക്റ്റ് എന്താണെന്ന് പിടിക്കും. ഇനി അടുത്ത ഹെഡിങ് എഴുതിക്കോ, ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. അതിന്റെ അടിയിൽ എഴുതുക എസ് പ്ലസ് will or shall plus S plus will or shall plus have plus will or shall plus have plus verb ബ്രാക്കറ്റില് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് will or shall plus have plus verb, ആ വെർബിന്റെ മൂന്നാമത്തെ ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇങ്ങനെയാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് പ്ലസ് will or shall plus have പിന്നെ വെർബിന്റെ മൂന്നാമത്തെ ഫോം. അപ്പൊ നമുക്കിവിടെ നോക്കാം. ഞാനത് വെച്ചിട്ട് ഒരു സെന്റൻസ് പറയാം.
shall have. I shall have mistaken you. Mistake എന്നുള്ളതിന്റെ past participle mistaken. Mistake, mistook, mistaken. I shall have mistaken you. You will have done the homework. Yes. Okay. Grishma, സ്വന്തമായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു. Sir, I will have joined the class. Yes, I will have joined the class. ശരിയാണ്. സബ്ജക്റ്റ് will അല്ലെങ്കിൽ shall, have, പിന്നെ വെർബ്, ആ വെർബിന് മൂന്നാമത്തെ. യെസ്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് 5 ടെൻസുകളെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. മൊത്തം അത് 12 എണ്ണം ഉണ്ട്. അപ്പൊ ഇനി ഒരു 7 എണ്ണം ബാലൻസ് നിൽപ്പുണ്ട്. അത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സിൽ ഇത് ഒന്നും കൂടി പറയുകയും ചെയ്യാം. ആ കാര്യങ്ങൾ നമുക്ക് പറയുകയും ചെയ്യാം. ഓക്കെ, ഓർത്തിരുന്നാൽ മതി. ഓക്കെ. Okay. I will have completed the course by the end of the month. Yes, correct. Okay, Meghana? Correct. Very good. Very good. Yes. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ 5 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇതിന്റെ ഇടയിലുള്ള കുറച്ചൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ ഇത് അവിടെ നിൽക്കട്ടെ. ഓക്കെ. ഇനി നമുക്ക് വീണ്ടും കണ്ടീഷണൽ സെന്റൻസിന്റെ I shall have കഴിഞ്ഞതിന് ശേഷം ഒരു വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്ന രക്ഷിത. അപ്പോഴാണ് കറക്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുള്ളൂ. ഈ സെന്റൻസ് കറക്റ്റ് ആണ്. I shall have കാരണം കറക്റ്റ് ആണ്. ഓക്കെ. She will have worried about what? Okay. Yes. Okay, ഫാത്തിമ കറക്റ്റ് ആണ്. ഓക്കെ. ഇനി നമുക്ക് വിഷയത്തിലോട്ട് വരാം. ഞാൻ വേറൊരു വാചകം പറയുന്നു. എഴുതിക്കോ. When I went there, WENT, went there, she was sleeping. She was sleeping. Okay. When I went there, she was sleeping. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. യെസ് അല്ലെ? ഒരു സെന്റൻസ് ആണ്. വെൻ എന്ന് പറയുന്ന വാക്കിൽ തുടങ്ങി സ്ലീപ്പിംഗ് എന്ന് പറയുന്ന വാക്കിൽ അവസാനിച്ചിരിക്കുന്ന ഒരു സെന്റൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഒറ്റ സെന്റൻസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഓക്കെ. വെൻ ഐ വെന്റ് ദെയർ ഷീ വാസ് സ്ലീപ്പിംഗ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. നമുക്ക് ഈ സെന്റൻസിനെ രണ്ടായിട്ട് നമുക്ക് വിഭജിക്കാം. ഒന്ന് വെൻ ഐ വെന്റ് ദെയർ, ഞാൻ അവിടെ ചെന്നപ്പോൾ. രണ്ടാമത്തേത് ഷീ വാസ് സ്ലീപ്പിംഗ്. അല്ലെ? രണ്ടായിട്ട് നമുക്ക് തിരിക്കാല്ല. അവിടെ നമുക്കൊരു നിർത്തിക്കൂടെ? വെൻ ഐ വെന്റ് ദെയർ ഷീ വാസ് സ്ലീപ്പിംഗ്. അല്ലെ? അവിടെ വരെ നമുക്ക് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഫുൾ സ്റ്റോപ്പ് അല്ല, രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. ഒരു കോമയുടെ. അപ്പൊ നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു സെന്റൻസിന് ഇങ്ങനെ നമ്മൾ തിരിക്കുന്ന പറയുമ്പോൾ അതിനെ പറയുന്ന പേരാണ് ക്ലോസ് എന്ന് പറയും. ഇതാണ് ക്ലോസ്. CLAUSE ക്ലോസ് ആണ്. മറ്റൊരു ക്ലോസ് ഉണ്ട്, അവൻ അങ്ങോട്ട് ക്ലോസ് ചെയ്തെന്ന് പറയില്ലേ, ആ ക്ലോസ് CLOSE. ഇത് CLAUSE. അപ്പൊ ഇത് ക്ലോസ് എന്ന് പറയും. അപ്പൊ നമ്മള് വെൻ ഐ വെന്റ് ദെയർ ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത് രണ്ട് ക്ലോസ്. ഇതാണ് ഒന്ന് വെൻ ഐ വെന്റ് ദെയർ എന്ന് വരെയുള്ള ഒരു ക്ലോസും ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ള രണ്ടാമത്തെ ക്ലോസും. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഒരു തീരുമാനത്തിലെത്താം. ഒരു സെന്റൻസ് എന്ന് പറയുമ്പോൾ അതില് ഒന്നോ ഒന്നിലധികമോ എന്ത് വരാം? ക്ലോസുകൾ വരാം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒന്നോ ഒന്നിലധികമോ ക്ലോസുകളുടെ യോജിപ്പ്, അതാണ് that a sentence. So we can say that a sentence consists of more than one clause, one or more than one clause. ഒന്നോ ഒന്നിലധികമോ ക്ലോസുകൾ വരും ഒരു സെന്റൻസിൽ എന്നുള്ളൊരു കോമൺ ആയ തീരുമാനത്തിലേക്ക് നമുക്ക് എത്താം. ഓക്കെ. ഇനി ഞാനിങ്ങനെ പറ്റിയ ആളെ നോക്കിയാണ്. യെസ്, ആര്യ വികാസ് ആദ്യത്തെ ആളഞ്ഞിരിക്കട്ടെ. ആര്യ, യെസ്. നമ്മൾ പറ്റിയ ആളെ സെലക്ട് വന്നപ്പോഴേക്കും ആളില്ലല്ലോ. യെസ്, അത് പറ്റിയ റോഷിനി കുഞ്ഞുമോൻ. റോഷിനി. ഓക്കെ. എന്താ പറയാ, സ്വർണം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ വെള്ളി തേടി പോയത് അല്ലേ? യെസ് റോഷിനി. അപ്പൊ ഇവിടെ
വെൻ ഐ വെന്റ് ദെയർ ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞ രണ്ട് ക്ലോസ് ആക്കി നമുക്ക് തിരിക്കാന്നൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ. കിട്ടി. ഇനി ഞാൻ അങ്ങനെ പറയുകയാണ്, അതില് ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ളത് നമ്മൾ തൽക്കാലം പറയുന്നില്ല, അതുകൊണ്ട് മാറ്റി വെച്ചേക്കെന്ന് വിചാരിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വെൻ ഐ വെന്റ് ദെയർ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് കംപ്ലീറ്റ് ആകുന്നുണ്ടോ ഇല്ലയോ? വെൻ ഐ വെന്റ് ദർ ഇല്ല. വെൻ എപ്പോഴാണ് ഇല്ല, കംപ്ലീറ്റ് ആവുന്നില്ല. കംപ്ലീറ്റ് ആവുന്നില്ല. ഓക്കെ, റോഷി പോലെ ഞാൻ വിളിക്കാം കേട്ടെ, മ്യൂട്ട് ചെയ്തു. യെസ്, അപ്പൊ നോക്കിയേ, റോഷിയുടെ ആൻസർ കറക്റ്റ് ആണ്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു. വെൻ ഐ വെന്റ് ദെയർ എന്ന് പറയുമ്പോൾ മീനിങ് കംപ്ലീറ്റ് ആവുന്നില്ല. കാരണം എന്താണ്? ഞാൻ അവിടെ ചെന്നപ്പോൾ. നിങ്ങള് റോഷിനി ഒരാളെ വിളിച്ചിട്ട് പറയണേ ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറയും മറ്റുള്ളവര്? ഇന്നലെ വരെ റോഷിനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഇതിപ്പോ ഇന്നെന്ത് പറ്റിയാവോ ഇതല്ലേ പറയുള്ളൂ. യെസ്. അപ്പൊ വെൻ ഐ വെന്റ് ദെയർ എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താവുന്നില്ല? കംപ്ലീറ്റ് ആവുന്നില്ല. അങ്ങനെ ഒരു സെന്റൻസിന്റെ ഉള്ളിൽ മീനിങ് കംപ്ലീറ്റ് ആവാത്ത ക്ലോസുകളെ ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയുന്നു. ആ ക്ലോസിനെ തന്നെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസിന്റെ അകത്ത് ഒന്നിലധികം ക്ലോസുകൾ ഉണ്ടാവാം. ആ ക്ലോസുകളിൽ മീനിങ് കംപ്ലീറ്റ് ആവുന്നില്ല എങ്കിൽ ആ ക്ലോസിനെ ഡിപ്പെൻഡിങ് ക്ലോസ് എന്നോ സബോർഡിനേറ്റ് ക്ലോസ് എന്നോ വിളിക്കാം. ഇപ്പൊ രണ്ട് പേര് വരുമ്പോൾ നിങ്ങൾക്ക് അതൊരു കൺഫ്യൂഷൻ ആകണ്ട. തൽക്കാലം നമുക്ക് ഒരു പേരിൽ നമുക്ക് ഉറപ്പിക്കാം, സബോർഡിനേറ്റ് ക്ലോസ്. സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ നമുക്ക് എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് മനസ്സിലായി. ഒരു സെന്റൻസിന്റെ അകത്ത് അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസിനെ പറയുന്ന പേരാണ് സബോർഡിനേറ്റ് ക്ലോസ്. ഇന്ന് പേരുടെ പേര് പറഞ്ഞത് ഡിപ്പെൻഡിങ് ക്ലോസ്. സാറേ ഒന്നുകൂടെ പറഞ്ഞു തന്നെ സാറേ, അത് പിടിയിട്ടില്ല. യെസ്, ഓക്കെ ഓക്കെ, ഐ വിൽ കേട്ടോ. DEPND അതന്നെ കറക്റ്റ് ആണ്. ഡിപ്പെൻഡിങ്, DEPND. അതായത് ഒരു സെന്റൻസിന്റെ അകത്ത് ഒന്നിലധികം ക്ലോസുകൾ വരാൻ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ? അത് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായി? അതിന്റെ അകത്ത് നമ്മൾ ആ ക്ലോസുകളുടെ അർത്ഥം നോക്കുമ്പോൾ ഒരു ക്ലോസിന്റെ അർത്ഥം പൂർണ്ണമാകുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയും. നോക്കി, വെൻ ഐ വെന്റ് ദെയർ, ഞാൻ അവിടെ ചെന്നപ്പോൾ എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുമോ? ചെന്നപ്പോൾ വേറെ ഒരു കാര്യം കൂടി വരണം, എന്നാലേ സെന്റൻസ് കംപ്ലീറ്റ് ആവുള്ളൂ, അല്ലേ? അപ്പൊ വെൻ ഐ വെന്റ് ദെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ എന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റുമോ? ഞാൻ നോക്കിയപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു പറയുമ്പോൾ കറക്റ്റായി. യെസ്. അപ്പൊ അങ്ങനെ അർത്ഥം മീനിങ് പൂർത്തിയാവുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. അപ്പൊ റോഷിനി, ഒരു ചോദ്യം കൂടി. വെൻ ഐ വെന്റ് ദെയർ ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ളതിലെ ഞാൻ ആദ്യം പറഞ്ഞു വെൻ ഐ ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ളത് മാറ്റാൻ പറഞ്ഞു. ഇനി ഞാൻ പറയുന്നത് വെൻ ഐ വെന്റ് ദെയർ എന്നുള്ളത് മാറ്റാം. അതില്ലാന്ന് വിചാരിക്കും. ഷീ വാസ് സ്ലീപ്പിംഗ് എന്നുള്ള ഒറ്റ സെന്റൻസേ ഉള്ളൂ, അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കും. ഇനി ഞാനാണ് ചോദ്യം ചോദിക്കുന്നത്, ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ ഇല്ലേ? ആവുന്നുണ്ട്. ഷീ വാസ് സ്ലീപ്പിംഗ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. മീനിങ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. യു ആർ റൈറ്റ്. ഓക്കെ റോഷിനി. യെസ്, റോഷിനി പറഞ്ഞ കറക്റ്റ് അല്ലേ? എന്താണ് അതിന്റെ? യെസ്, ഷീ വാസ് സ്ലീപ്പിംഗ്, അവൾ ഉറങ്ങുകയായിരുന്നു. കണ്ട, കംപ്ലീറ്റ് അല്ലേ അർത്ഥം, അല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു സെന്റൻസിലെ ഒരു ക്ലോസിന്റെ അർത്ഥം കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ക്ലോസിനെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നു. മെയിൻ, പ്രധാനപ്പെട്ട. ഈ മെയിൻ ക്ലോസിനെ തന്നെ വേറൊരു പേരും കൂടി പറയും, പ്രിൻസിപ്പൽ ക്ലോസ്. ഒരു കോളേജ് എടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും മെയിൻ ആളാരാണ്? സ്വന്തമായിട്ട് അധികാരമുള്ള എല്ലാ എടുക്കുന്ന ആള് പ്രിൻസിപ്പൽ അല്ലേ? അത് ഓർത്തിരുന്നാൽ മതി. അപ്പൊ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നാണ്. അപ്പൊ ഇതിൽ നമുക്കൊരു തീരുമാനത്തിലെത്താം. ഒരു സെന്റൻസിന്റെ അകത്ത് ഒരു ക്ലോസ് എടുക്കുകയും ആ ക്ലോസിന്റെ മീനിങ് കംപ്ലീറ്റ് ആവുകയുമാണെങ്കിൽ അതിനെ നമുക്കൊരു പേര് പറയാം, അല്ലെ പല കൺഫ്യൂഷൻ ആവണ്ട, മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നോക്കിയത്. എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്. യെസ്. അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ഒരു സെന്റൻസിനെ പല ക്ലോസുകളായിട്ട് വിഭജിക്കാം. ഓരോ ക്ലോസുകളെയും
മെയിൻ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസ് എന്നും വിളിക്കുന്നു. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർത്തിയാവുന്ന ക്ലോസുകളെ മെയിൻ ക്ലോസ് എന്നും അർത്ഥം പൂർത്തിയാവാത്ത ക്ലോസുകളെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും പറയുന്നു. ഇത്രയും വലിയ കാര്യങ്ങൾ പിടികിട്ടിയ, ഇത്രയും പറഞ്ഞതിൽ മനസ്സിലാവാഴികണ്ട. അപർണ, സാനു പിടികിട്ടിയ? സർ സബോർഡിനേറ്റ് ക്ലോസിന്റെ വേറെ പേരെന്താ? അത് മറന്നുപോയി. സബോർഡിനേറ്റ് ക്ലോസിന്റെ പേര് ഡിപ്പെൻഡിങ് ക്ലോസ്. ഡിപ്പെൻഡിങ് കേട്ടോ. യെസ്, അപർണ ഇല്ല. അപ്പൊ നമുക്ക് ഫാത്തിമത്ത് പിടികിട്ടിയോ ഇത്രയും പറഞ്ഞത്? ഓക്കെ, വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും ഇനി ഇതുവരെ നമ്മൾ കണ്ടീഷൻ കോഴ്സിലോട്ട് പോയിട്ടില്ല. നമ്മളിപ്പോഴും കണ്ടീഷൻ കോഴ്സിന്റെ ചുറ്റും കിടന്ന് കളിക്കുന്നു. നമ്മൾ അങ്ങോട്ട് കാലെടുത്ത് വെച്ചിട്ടില്ല. അവിടെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം പറഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളൂ. കാരണം അതല്ലാതെ അത് നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ നമ്മൾ പറഞ്ഞത് 4, 3, 4, 5 ടെൻസുകളുടെ സ്ട്രക്ചർ പറഞ്ഞു. അപ്പൊ എന്താണ് മെയിൻ ക്ലോസ്, എന്താണ് സബോർഡിനേറ്റ് ക്ലോസ്, ആ കാര്യവും നമ്മൾ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഇനി നമ്മൾ എങ്ങോട്ട് കാലെടുത്ത് വെക്കുന്നു? വലത് കാലെടുത്ത് നമ്മൾ സബോർഡ് കണ്ടീഷണൽ സെന്റൻസിലോട്ട് വെക്കുന്നു. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാതെ നമ്മൾ ഒരു കണ്ടീഷൻ വെക്കാറില്ല എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക്. നമ്മൾ ആരെങ്കിലും വിളിച്ച് ഞാൻ വരാം പക്ഷെ എനിക്കെന്ത് തരും എന്ന് ചോദിക്കാറില്ലേ? അല്ലെങ്കിൽ ഞാൻ വരാം എനിക്കെന്ത് വാങ്ങിത്തരും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു കണ്ടീഷൻ അല്ലേ അത്? യെസ്. അപ്പൊ ഒരു കണ്ടീഷൻ, അപ്പൊ ഒരു വ്യവസ്ഥ പറയുക. ഞാൻ എക്സാമ്പിൾ പറയാം. സഫീറയുടെ മകൾ 10ലേക്ക് ജയിച്ചു എന്ന് വിചാരിക്കും. 10ലേക്ക് ജയിച്ചു. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നു, ഒറിജിനൽ ഇങ്ങനെ ആവണമെന്നില്ല. അപ്പൊ പഠിക്കാനായിട്ട് ഇത്തിരി പിന്നോട്ടാണെന്ന് വിചാരിക്കും. പക്ഷെ ബുദ്ധിയുണ്ട്, കാഞ്ഞ ബുദ്ധിയാണ്. അപ്പോ അതുകൊണ്ട് സഫീറക്ക് ഉള്ളിൽ അറിയാം ഇവള് പഠിച്ചാൽ പാസ്സാവും, ഫുൾ A+ കിട്ടും, പഠിച്ചാൽ പാസ്സാവും. അപ്പൊ 9ൽ നിന്ന് 10ലേക്ക് സഫീറയുടെ മകള് പാസ്സായ സമയത്ത്, 10ാം ക്ലാസ്സിൽ പോയി തുടങ്ങിയിട്ടില്ല കേട്ടോ, ആ പാസ്സായ സമയത്ത് ആ മകളോട് സഫീറ പറയണം, നീ പഠിക്കുകയാണെങ്കിൽ പാസ്സാവും, നീ പഠിക്കുകയാണെങ്കിൽ SSLC പാസ്സാവും എന്ന് പറയാണ്. യെസ്, ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ സഫീറ. നീ പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും എന്നുള്ളത് ഒന്ന് ഇംഗ്ലീഷിൽ പറയാം. സഫീറ പറയുന്നത് എനിക്ക് മകളുമില്ല, 10ൽ അവള് പഠിക്കുന്നുമില്ല. ഞാനിതിനെ പറയാം. റിൻഡ വർഗീസ്, റിൻഡ വിചാരിക്കും ഭാവിയിൽ എപ്പോഴെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവുമല്ലോ. അപ്പൊ പറയുന്ന വാചകം കൊണ്ട് പറയണം, നീ പഠിക്കുകയാണെങ്കിൽ നീ പാസ്സാകും. ഇംഗ്ലീഷിൽ പറഞ്ഞു. If you work hard, you will pass. If you work hard, you will pass. Okay, that would be better. Okay. Yes, Sini. സിനിറോച്ച് കേൾക്കാനില്ലല്ലോ, റേഞ്ച് പോയോ? സിനി പറയൂ. സിനി ആണെങ്കിൽ എങ്ങനെ പറയും? തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. You will work hard. You will find success. അല്ലേ? ഓക്കെ. അപ്പോ വിനീത പറയുന്നു, if you study you will succeed. Okay, very good. If you study well, you will pass the exam. You will pass the examination. അപ്പോ ഗ്രീഷ്മ പറയുന്നു, if you study well you will pass the exam. If you study well you will pass. ദീപ ഷിറ്റോ പറയുന്നു, if you will study. ഡോക്ടറിന്റെ വായിക്കാൻ പറ്റില്ല. യെസ്, അങ്ങനെ പറയുന്നു. I'm sure you will pass the exam if you study well. I am sure you will pass the exam if you study. Okay. Very good. Okay, very good. You will study definitely pass the examination. അങ്ങനെ പറയൂ സാർ. നമുക്ക് അങ്ങോട്ട് പറയുന്നത് രോഷിനി അങ്ങനെ ഒന്നോട്ടിരിക്കണം. ഞാൻ ആരെങ്കിലുമൊക്കെ പറയട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് പറയും. യെസ്. അപ്പൊ ഇതിന്റെ അകത്ത് കുറച്ച് പേര് പറഞ്ഞത് ശരിയായിരുന്നു. യെസ്. അപ്പൊ നമുക്ക് ഇതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ലളിതവൽക്കരിക്കുകയാണ്. If you study,
you will pass. എന്നൊരാൾ പറഞ്ഞു. നിങ്ങളതൊന്ന് എഴുതി. If you study, study, study well, 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 if you study well, you will pass. You will pass. Okay. അപ്പൊ നോക്കിയേ, if you study well, നീ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ you will pass. നീ എന്താകും? നീ വിജയിക്കും, നീ പാസ്സാകും എന്നാണ് പറയുന്നത്. If you study well, you will pass. Okay, it's a correct sentence. അത് കറക്റ്റ് ആണ്. അപ്പൊ ഇനി ഞാനിവിടെ ഐശ്വര്യക്കായും ഈ സെന്റൻസ്, അതായത് ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് എന്ന് പറയുന്ന സെന്റൻസിൽ എത്ര ക്ലോസ് ഉണ്ട്? രണ്ട് ക്ലോസ് ഉണ്ട്. എവിടെ മുതൽ എവിടം വരെയാണ് ആദ്യത്തെ ക്ലോസ്? എവിടെ മുതൽ എവിടം വരെയാണ് രണ്ടാമത്തെ ക്ലോസ്? ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് ആദ്യത്തെ ക്ലോസ്, യു വിൽ പാസ് എന്നുള്ള രണ്ടാമത്തെ ക്ലോസ്. ഇതിൽ മെയിൻ ക്ലോസ് ഏതാണ്? സബോർഡിനേറ്റ് ക്ലോസ് ഏതാണ്? അല്ലെങ്കിൽ രണ്ടും മെയിൻ ക്ലോസ് ആണ്, അല്ലെങ്കിൽ രണ്ടും സബോർഡിനേറ്റ് ക്ലോസ് ആണ്? എങ്ങനെ തോന്നുന്നു? ഒന്ന് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. യു വിൽ സ്റ്റഡി വെൽ. യു വിൽ സ്റ്റഡി വെൽ എന്നുള്ളത് ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. മറ്റേത് മെയിൻ ക്ലോസ് ആണ്. മെയിൻ ക്ലോസ് ആണ്. ഓക്കെ ഐശ്വര്യ, ഞാൻ ഒന്നും കൂടി തിരിച്ചു വരാം, വെയിറ്റ് ചെയ്തു. അപ്പൊ ശരിയാണ്, ഇത്രയും നേരം ഐശ്വര്യ പറഞ്ഞത് മുഴുവനും കറക്റ്റ് ആണ്. കാരണം വളരെ സിസ്റ്റമാറ്റിക് ആണ് പറഞ്ഞത്. ഇതിനകത്ത് രണ്ട് ക്ലോസ് ഉണ്ട്. ഇഫ് യു സ്റ്റഡി വെൽ ഒരു ക്ലോസ്, യു വിൽ പാസ് എന്നുള്ളത് രണ്ടാമത്തെ ക്ലോസ്. ഇഫ് യു സ്റ്റഡി വെൽ എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്, കാരണം അതിന്റെ അർത്ഥം പൂർത്തിയാകുന്നില്ല. നോക്കി, ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായി പഠിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാൻ പോകാൻ പറ്റും. യെസ് അല്ലെ? അപ്പൊ അത് സബോർഡിനേറ്റ് ക്ലോസ്. യു വിൽ പാസ് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻ ക്ലോസ് ആക്കാം. അപ്പോ ഈ സബോർഡിനേറ്റ് ക്ലോസ് അതിന്റെ അർത്ഥം പൂർത്തിയാവാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ ക്ലോസിനെ ആശ്രയിച്ച് നിൽക്കുകയാണ് അല്ലെ? ആശ്രയിക്കുക എന്നുള്ളതിനെ പറയുന്ന പേരാണ് ഡിപ്പെൻഡ്, ആശ്രയിക്കുക. അതുകൊണ്ടാണ് സബോർഡിനേറ്റ് ക്ലോസിന് ഡിപ്പെൻഡിങ് ക്ലോസ് എന്ന് പറയുന്ന ഒരു പേര് കൂടി വരാനുള്ള കാരണം. ഓക്കെ, അത് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. യെസ്, നിൽക്കട്ടെ. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് ഒന്നാണ്, മറ്റേത് ഡിപ്പെൻഡിങ് ക്ലോസ് ആണ്. ഇനി ഐശ്വര്യ, അടുത്ത ചോദ്യം. അപ്പൊ ഇതിൻ്റെ അകത്ത് സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. ഇഫ് യു വർക്ക് ഹാർഡ് എന്നുള്ളത്, അത് ഏത് ടെൻസിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയാം? വർക്ക് യു സ്റ്റഡി വെൽ എന്നുള്ളതാണ്. അത് വേണ്ട. ഇഫ് യു വർക്ക് ഹാർഡ്, സബോർഡിനേറ്റ് ക്ലോസിന്റെ ടെൻസ് മാത്രം. സിമ്പിൾ പ്രസന്റ്. എങ്ങനെ മനസ്സിലായ സിമ്പിൾ പ്രസന്റ് ആണെന്ന്? അതില് പ്രസന്റ് ടെൻസ് ആണ് വർക്ക് എന്നുള്ളത്. വെരി ഗുഡ്, യു ആർ ഇന്റലിജന്റ്. ഓക്കെ, അപ്പൊ ഐശ്വര്യ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. നോക്കിയപ്പോ യു സബ്ജക്റ്റ് ആണ്, വർക്ക് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് വർക്ക് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ വർക്ക് ആണ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും വന്നുകൊണ്ട് ഐശ്വര്യക്ക് മനസ്സിലായി ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, ഇനി ഐശ്വര്യയുടെ തന്നെ അടുത്ത ചോദ്യം, യു വിൽ പാസ് എന്നുള്ളത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. അതും ഐശ്വര്യക്ക് നോക്കി. എങ്ങനെ നോക്കി? സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് പ്ലസ് വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസും ഉപയോഗിച്ച് സിമ്പിൾ ഫ്യൂച്ചർ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണോ? ഫ്യൂച്ചർ പെർഫെക്റ്റ് അല്ല, ആവില്ലല്ലോ. ഹാവില്ലല്ലോ. ഹാവും കൂടി വരുമ്പോഴാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് വരുന്നത്. ഇത് ഹാവില്ലല്ലോ. വില്ലോ ഷാൽ പ്ലസ് ഹാവ് ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, അപ്പോ യു വിൽ പാസ് എക്സാമിനേഷൻ എന്നുള്ളത്, യു വിൽ പാസ് എന്നുള്ളത് അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഓക്കെ, ഇനിയാണ് നമ്മൾ നിയമം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടത്തെ മെയിൻ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയപ്പോ മെയിൻ ക്ലോസ് എന്തായി? സിമ്പിൾ ഫ്യൂച്ചർ ആയി. അത് അങ്ങനെയേ വരാവൂ, മാറി വരരുത്. യു വിൽ പാസ് എന്നുള്ളതിന് പകരം യു കുഡ് ഷുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അല്ലെങ്കിൽ അവിടെ പാസ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ തെറ്റാണ്.
അപ്പോ സബോർഡിനേറ്റ് ക്ലോസ് എന്താണെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഇതാണ് നമ്മൾ ആദ്യം പഠിക്കുന്ന കണ്ടീഷൻ സെന്റൻസിൽ ആദ്യം പഠിക്കുന്ന നിയമം. ഇഫ് ദ സബോർഡിനേറ്റ് ക്ലോസ് ഈസ് സിമ്പിൾ പ്രസന്റ് അതിന്റെ മെയിൻ ക്ലോസ് ആയിട്ട് വരുന്നത് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. അവിടെ യു വിൽ പാസ് എന്നുള്ളതിന് പകരം യു ക്യാൻ വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. വില്ലിന് പകരം ക്യാൻ വന്നാലും കുഴപ്പമില്ല. ഷാല് വന്നാലും കുഴപ്പമില്ല. മേ എന്ന് വന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോ ഇപ്പുറത്ത് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ഇപ്പുറത്ത് വില്ല് വെച്ചിട്ടുള്ള വാചകം വരാം, ക്യാൻ വെച്ച് വരാം, ഷാല് വെച്ച് വരാം, മേ വെച്ച് വരാം. പക്ഷെ വില്ലിന് പകരം വുഡ് എന്ന് ഉപയോഗിക്കരുത്, ഷാലിന് പകരം ഷുഡ് എന്ന് ഉപയോഗിക്കരുത്, ക്യാന് പകരം കുഡ് എന്ന് ഉപയോഗിക്കരുത്, മേക്ക് പകരം മൈറ്റ് എന്ന് ഉപയോഗിക്കരുത്. അപ്പൊ തെറ്റിപ്പോ. അപ്പോ വില്ലിന് പകരം ഷാല് വരാം, ക്യാൻ വരാം, മേ വരാം. ഓക്കെ, ഇത്രയും വാക്കുകൾ കൂടി വരാമെന്നുള്ള കാര്യം കൂടി നമ്മളൊന്ന് ഓർത്തിരിക്കുക. അപ്പോ ഞാൻ ഇത് അങ്ങോട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് തന്നിരിക്കുന്ന വാചകത്തിന്റെ സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന്റെ മെയിൻ ക്ലോസ് എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഇതാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സംഗതി. അപ്പൊ ഞാൻ ഇനി നിങ്ങൾക്ക് ഒരു വാചകം പറയുക. ആ വാചകം പറഞ്ഞിട്ട് അതിന്റെ ബാക്കി പകുതി ഞാൻ വിട്ടുകളയും. അത് നിങ്ങൾക്ക് പൂരിപ്പിക്കും. നിങ്ങൾ പൂരിപ്പിക്കുമ്പോൾ ഇവിടെ ഇപ്പോ 34 പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ. യെസ്, ആ 34 പേർക്ക് 34 ടൈപ്പ് വേണമെങ്കിൽ പൂരിപ്പിക്കും. യെസ്, ഒരാൾ എഴുതിയതിനടുത്ത് അടുത്തത് ആവണമെന്നില്ല. അപ്പൊ ഓക്കെ, ഞാനൊരു വാചകം പറയാം, എഴുതിക്കോളൂ. ഇതുപോലെ തന്നെ. ഇഫ് ഇറ്റ് റെയിൻസ്, RAINS, റെയിൻസ്, പിന്നെ ഒരു ഡാഷ് ഇട്, നീണ്ട ഡാഷ് ഇട്. ഓക്കെ, ഇത്ര ഉള്ളു ഞാൻ തന്നിരിക്കുന്ന വാചകം. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ, അത്ര പറഞ്ഞിട്ടുള്ളൂ ഞാൻ. ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂരിപ്പിക്കുക. പക്ഷെ പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സിമ്പിൾ പ്രസന്റ് ആണ് ടെൻസ്. അപ്പൊ അപ്പുറത്ത് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം ടെൻസ്. അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇഫ് ഇറ്റ് റെയിൻസ്, മഴ പെയ്യുകയാണെങ്കിൽ ഇഷ്ടമുള്ളവരെ പൂരിപ്പിച്ചു. അപ്പുറത്ത് അപ്പോ സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം ബാക്കി പൂരിപ്പിക്കേണ്ടതെന്നുള്ള കാര്യം മാത്രം ഓർത്താൽ മതി. ഇഫ് ഇറ്റ് റെയിൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിക്കാം. ഒരു വാചകത്തിന്റെ അർത്ഥം കിട്ടിയാൽ മതി. സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കണം ടെൻസ്. ഇഫ് ഇറ്റ് റെയിൻസ്, ഓരോരുത്തരുടെ മറുപടികൾ പോരട്ടെ. നാച്ചർ വിൽ ബ്യൂട്ടി. ഓക്കെ. യു വിൽ ഗെറ്റ് വെറ്റ്. ഓക്കെ, വിനീത കറക്റ്റ് ആണ്. റോഷിനി, വില്ല് കഴിഞ്ഞാൽ ING ചേർക്കാൻ പാടില്ല. ഡാൻസ്. വി വിൽ സ്റ്റേ ഇൻഡോർ. ഓക്കെ മേഘന, അത് കറക്റ്റ് ആണ്. വി വിൽ സ്റ്റേ ഇൻഡോർ. മഴ പെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലിരിക്കും. ഓക്കെ, കറക്റ്റ് ആണ്. ഓരോരുത്തരും അവരവരുടെ രീതിയിൽ പൂരിപ്പിച്ച, തെറ്റിക്കോട്ടെ. You will make hot coffee. അതെങ്ങനെ സർ? യെസ്, യു വിൽ മേക്ക്. മഴ പെയ്യുകയാണെങ്കിൽ നീ നല്ല ചൂട് ചായ ഉണ്ടാക്കും. വെരി ഗുഡ്. ഒരു നേരിയ ചൂടുള്ള ഒരു ചായയും പുറത്ത് ചിന്നം പെയ്യുന്ന മഴയും ഒരു നേരിയ ഒരു തണുപ്പും ഉണ്ടെങ്കിൽ ജോൺസൺ മാഷിന്റെ പാട്ടിന്റെ ഒരു സ്റ്റൈലായി. അല്ല റീജ? വെരി ഗുഡ്. ഐ വിൽ സ്റ്റേ ഹോം. ഓക്കെ ദീപ, കറക്റ്റ് ആണ്. ഐ വിൽ എൻജോയ്. കറക്റ്റ് ആണ്. ഗ്രീഷ്മ പറഞ്ഞോളൂ. If it rains, our front yard will become a pond. ക്ലിയർ ആയില്ല, അത് പതർച്ച വന്നു. ക്ലാരിറ്റി പറഞ്ഞ സാവകാശം. If it rains, our front yard will become a pond. Yes, okay. Our courtyard will become a pond. Yes, മുറ്റം കുളമാകും. Yes, okay, correct ആണ്. Yes, നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയോ? ഇതിപ്പോ എല്ലാവർക്കും അവര് ഇപ്പൊ ഒരെണ്ണം എഴുതിയെന്ന് ചോദിച്ചിട്ട് അടുത്ത് എഴുതാണ്ടേക്കുണ്ട്. ഓക്കെ ഫാത്തിമത്ത്, ശരി. Sir, if it rains, I will go to the terrace. അങ്ങനെ പറയാൻ പറ്റുമോ? I will Go to the terrace. ഓക്കെ. വില്ല് കഴിഞ്ഞിട്ട് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിച്ചാൽ മതി. യെസ്. Okay, sir. ഓക്കെ. വെരി ഗുഡ്.
If it rains, I will. If it rains, I will stay at home. Okay, correct. Rinda, correct. I will play in rain. If it rains, I will make a paper boat. Yes, oh, very good. I will make a paper boat. Okay. I will take a number. Okay, ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ലക്ഷ്മിയാണ് ഇപ്പൊ എന്റെ മനസ്സിൽ ഉദ്ദേശിച്ച വാചകം പറഞ്ഞത്. I will take a number. ഞാനൊരു കുട എടുക്കും. If it rains, I will take a number. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഞാൻ അടുത്ത ഒരു വാചകം പറയുകയാണ്, അത് എഴുതിക്കും. If you റഷീദ പറയുന്നു, വെരി ഗുഡ്. മഴ പെയ്യുകയാണെങ്കിൽ I will sleep. ഞാൻ എവിടെയെങ്കിലും സൈഡാവും. ഓക്കെ റഷീദ. If you eat lot of fast food, FAST, fast food, dash. Okay. Sir, കൂടി പറയാമോ? If you eat lot of fast food, നീ ധാരാളം ഫാസ്റ്റ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ, അതിനെ വേറെ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു. അല്ല, ഈറ്റ് പ്രസന്റൻസ് ആണ്. If you eat lot of fast food, you will become fat. Okay, sir. So if you eat a lot of fast food, you may gain weight. Okay, you may gain weight. ഒരു മിനിറ്റ്. If you eat too much, lot of fast food, I may get weight എന്ന് പറയുന്നത്. നീ തിന്നുകയാണെങ്കിൽ എനിക്ക് വണ്ണം കൂടുമെന്ന് പറയണ്ട. നീ തിന്നുകയാണെങ്കിൽ നിനക്ക് വണ്ണം കൂടും. അപ്പൊ I എന്നുള്ളത് യു എന്നാക്കാം കേട്ടോ. യെസ്. സർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതിൽ വിൽ ബി വരാൻ പറ്റുമോ? അതായത് ഇഫ് യു ഈറ്റ് ലോട്ട് ഓഫ് ഫാസ്റ്റ് ഫുഡ് യു വിൽ ബി അൺഹെൽത്തി, അങ്ങനെ പറയാൻ പറ്റുമോ? യു വിൽ ബി വരാം. വിൽ ബി യു വിൽ ബി അൺഹെൽത്തി. അതായത് വില്ല് വന്നു. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. ബി മീൻസ് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. ബി വെർബ് എന്ന് കണ്ടില്ലേ? ഈ സാമാറ്, വാസു, വേറെ, കാസ്, കാവ്, കാട്, വില്ല്, ശാലി, മേയം, മൈറ്റ്, ചുട്ട്, കുട്ട്, കുട്ട്, ഇതൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് ഈ സാമാറിലാണ് വരുന്നത്. ഓക്കെ, ബി വെർബ്. യെസ്. യു വിൽ ബിക്കം ഡെയിലി പേഷ്യന്റ് വേണ്ട. യു വിൽ ബിക്കം എ പേഷ്യന്റ്, അല്ലെങ്കിൽ അക്യൂട്ട് പേഷ്യന്റ്, ഒരു ഭയങ്കര രോഗിയായിട്ട് മാറും. യെസ്. ഓക്കെ. If you eat a lot of fast, you will become unhealthy. Okay, you will become unhealthy. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ യു വിൽ ബി അൺഹെൽത്തി എന്നും പറയാം. യു വിൽ ബി സിക്ക്. ഓക്കെ. സഫീറോടൊപ്പം യു വിൽ ബി സിക്ക്. ആ വിൽ ബി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഉപയോഗിക്കണം? നൗൺ ഉപയോഗിക്കണം എന്ന് മാത്രം. യു വിൽ ബി സിക്ക്. If you eat lot of fast food, death will come early. അങ്ങനെ അറിയാവോ? ഓക്കെ. വെരി ഗുഡ്. മരണം പെട്ടെന്ന് വരും. യെസ്. ഓക്കെ. യെസ്. You will eat a lot of fast food, you will be sick. Okay, Jerusha. Very good. Okay. അപ്പൊ സിമ്പിൾ ആണല്ലോ ഇത്. വെരി സിമ്പിൾ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത്, അപ്പോ ഇത് ഞാൻ ആദ്യം ടെൻസ് എന്താണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കണ്ടീഷൻ സെന്റൻസ് എന്താണ് എന്ന് പറഞ്ഞു. കണ്ടീഷൻ സെന്റൻസിൽ കിടക്കുന്നതിന് മുമ്പ് മെയിൻ ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് പറഞ്ഞു, ഒരു സെന്റൻസിൽ അത് ഉണ്ടാകുക പറഞ്ഞു. പിന്നീടാണ് നമ്മൾ ഇഫ് ക്ലോസിലേക്ക് വന്നത്. അവിടെ നമ്മൾ പറഞ്ഞു ഇപ്പോഴത്തെ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അപ്പോഴത്തെ എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും എന്ന് പറഞ്ഞു. ഒരെണ്ണവും കൂടി ഞാൻ പറയാം, നിങ്ങൾ അത് കൂടി എഴുതുക. ഇഫ് യു lower the price, LOWE, lower the price, PRICE. ഇനി ഡാഷ് ഇട്. ഓക്കെ, പ്രൈസ് എന്ന് വെച്ചാല് ഓക്കെ ലക്ഷ്മി, നീ വില കുറയ്ക്കുകയാണെങ്കിൽ, അത്രേ ഉള്ളൂ. ഓക്കെ വിനീത, there will be more customers. Correct. If you lower the price, I will buy the product. Okay.
If you lower the price, more people will buy it. More people will buy it. Okay. If If you you lower the lower price, price, you I can will earn more profit. ഓരോരുത്തരും പറയും, ക്ലിയർ ആയില്ല. ആരെങ്കിലും ഒരാൾ പറഞ്ഞു. If you lower the price, you can earn more profit. If you lower the price, you can earn more profit. Okay, Rini, correct ആണ്. If you lower the price, the demand of products will increase. Demand of the product will increase. Okay. If you if lower you the lower price, price, I will property. I will. Property. ഞാൻ സ്ഥലം വാങ്ങാം. Okay. Yes. I will buy it. If you lower the price, I will buy a mango. ഈ വില കുറയ്ക്കാൻ ഞാനൊരു മാങ്ങ വാങ്ങാം. Yes. Yes. Okay. If you lower the price, I will buy them. Okay, correct, Rashida. Okay, ഇതൊരു 3 മോഡൽ ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു മോഡൽ മാത്രമേ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അടുത്ത മോഡൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇത് ഇന്ന് പറഞ്ഞത് പിടികിട്ടിയത് വിശ്വസിക്കുക. അപ്പൊ നമ്മൾ ബൈ ഹാർട്ട് ആയിട്ടും മനസ്സിൽ ഓർത്തിരിക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ് ദ എക്സാമിനേഷൻ. ഇത് നിങ്ങളുടെ മക്കളുടെ 10ാം ക്ലാസ്സിലോ 8ലോ 9ലോ അവിടെ കയറി വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സാധനം വരും. അവിടെ ഒരു സെന്റൻസ് അതിന് ഒരു ഡാഷ് ഇട്ടുണ്ടാവും. അവിടെ ഈ സംഗതി ഈ സാധനമാണ് കയറി വരുന്നത്. പക്ഷെ അത് അവിടെ ഇതത്തെ വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ വെച്ചിട്ടാണ് അവിടെ വരുന്നത് എന്നുള്ള കാര്യമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാലൻസ് എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുമോ സർ? ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ പരീക്ഷയ്ക്ക് വരുന്നത്. പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോ ഇഫ് യു ലോവർ ദ പ്രൈസ് എന്നൊരു കഴിഞ്ഞിട്ട് ഒരു ഡാഷ് ഉണ്ടാവും. അല്ല, ഇഫ് യു ലോവർ ദ പ്രൈസ് ഐ ബൈ മോർ. ഐ BUI ബൈ മോർ. ആ ബൈ എന്നുള്ളത് ഇൻവെർട്ട് ബ്രാക്കറ്റിന്റെ അകത്തായിരിക്കും. അതിന്റെ അടിയിൽ വിൽ ബൈ, വുഡ് ബൈ, ഫുഡ് ബൈ, ഷുഡ് ബൈ, മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ ഉണ്ടാവും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ ഫിൽ ചെയ്യും. യു ഗെറ്റ് ദ പോയിന്റ്? ഓക്കെ സർ. Yes, sir. Okay. Yes, ആരാണ് സൈൻ ഓഫ് ചെയ്യുന്നത്? ഇന്ന് ക്വസ്റ്റ്യൻ ഇല്ല സർ. ഇന്ന് ക്വസ്റ്റ്യൻ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ചോദ്യം ചോദിച്ചപ്പോൾ കുറെ പേരൊക്കെ പോയി. അപ്പൊ എനിക്ക് തോന്നി നിങ്ങൾക്കത് വലിയ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല എന്ന് വിചാരിച്ചു. പ്രതീക്ഷിച്ചിരുന്നേ സാർ അത് വൈൻഡപ്പ് പോകുമ്പോ പറയുമായിരിക്കും. പരീക്ഷ അതായിരുന്നു പ്രതീക്ഷിച്ചത്. സാർ വൈൻഡപ്പ് പോകുമ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമായിരിക്കും പ്രതീക്ഷിച്ചിരുന്നതാ. അതെ, അന്നൊക്കെ നമുക്ക് ഇനി ലാസ്റ്റ് ആക്കാം. ഒരു 10 മിനിറ്റ് ഞാൻ തുടങ്ങാം. ഓക്കെ. വെരി ഗുഡ്. നിങ്ങൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ഐ ആം ഇൻട്രസ്റ്റഡ്. ഞാൻ അന്ന് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ 32 പേരൊക്കെ 35 പേരൊക്കെ ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ 26, 24 വന്നു. അപ്പൊ എനിക്ക് തോന്നി അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. പിന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് സാറിന് ഒരു വിഷമം ഉണ്ടാവുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളത് നൈസായിട്ട് സ്കൂട്ട് ചെയ്ത് പോയതായിരിക്കും എന്നുള്ള വിചാരിച്ചിട്ട് ഞാനപ്പം എന്ത് വിചാരിച്ചു, പിന്നെ ഇതല്ല ഇത് ഇന്നിപ്പോ ഇത്തിരി ലെങ്ത് വരുമെന്ന് എനിക്കറിയാം. കാരണം ഈ സംഗതി മുഴുവൻ പറഞ്ഞു വരുമ്പോഴൊക്കെ 1 മണിക്കൂറിന്റെ അടുത്തോട്ട് എനിക്ക് കയറി വരും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്കൊരു ലാസ്റ്റ് 10 മിനിറ്റ് നമുക്ക് നോക്കാം. യു ആർ ഇൻട്രസ്റ്റഡ്, ഐ ആം ഇൻട്രസ്റ്റഡ്. ഓക്കെ, വേറെ ചില ക്ലാസ്സുകൾ വേറെ ചില ക്ലാസ്സുകളിൽ അവർ നിർബന്ധമാണ്. ആരെ ചോദിക്കാണ്ട് പറ്റൂല. അത് ചോദിച്ചൊരു ക്ലാസ്സിനെക്കാളും നല്ലത് അതാ സർ. കുറച്ചെങ്കിലും ഇരിക്കാൻ സുഖം. യെസ്, ഓക്കെ. അപ്പൊ ഇതൊക്കെ അറിയാവുന്ന വിഷയമായതുകൊണ്ടാണ് അല്ലെ? നോ പ്രോബ്ലം. യെസ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പറയണം. പക്ഷെ നമ്മൾ പറയുമ്പോൾ ഒരു വേറൊരു ആംഗിളിലൂടെ പറയാം. യെസ്, എപ്പോഴും നിങ്ങൾ സംതിങ് ഡിഫറൻറ്റ്. അപ്പോഴാണ് നിങ്ങൾ ടീച്ചറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. അപ്പൊ പറയണം നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ആര്യ ടീച്ചർ. പക്ഷെ ആര്യ ടീച്ചർ പറയുമ്പോൾ എന്റെ പ്രത്യേകതയാണ് അല്ല, ഇതായിരിക്കണം നമ്മുടെ പോയിന്റ്. ആര്യ ടീച്ചർ പറയുമ്പോൾ എ ഗുഡ് ടീച്ചർ ദാറ്റ് ടീച്ചേഴ്സ്, എ ബെറ്റർ ടീച്ചർ that explains, a best teacher that motivates, and you should be the best teacher. You should be the best teacher. Okay, so that is my advice to you. Don't worry, be happy. Okay, എന്താണ് കൺക്ലൂഡ് ചെയ്യുന്നതായിരുന്നു? ആരുമില്ല.
കൺക്ലൂഡിങ് സെക്ഷൻ ആരുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. കാരണം എനിക്ക് 11 അപ്പുറത്തെ ക്ലാസ് ഉണ്ട്, അടുത്ത ക്ലാസ് ഉണ്ട്. അപ്പൊ അതിന്റെ പേരിൽ we will meet in the next class next week. Okay, bye. Thank you, sir. 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 Okay. Thank you, sir. Thank you, sir. Okay. Thank you, sir.